അടുത്തതായിട്ടൊരു അനുഭവം എനിക്ക് പറയാനുള്ളത് ഒരു ഒരു ടീച്ചറാണ്. അദ്ദേഹം ഈ ഇംഗ്ലീഷ് ലെക്ചർ എടുക്കുന്ന ഒരു കോളേജ് അധ്യാപകൻ. ഒരു 67-70 ഏജിൻ്റെ അടുത്തുള്ളൊരു അദ്ദേഹം എനിക്ക് കാണപ്പെട്ടത് ICUവിൽ വെച്ചാണ്. മെഡിക്കൽ ICUവിൽ വെച്ച് എനിക്കൊരു കൺസൾട്ടേഷൻ വന്നു. ഇച്ചിരി ഓർമ്മക്കുറവ്, ബോധക്കുറവ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ആൾക്ക് തീരെ ഓർമ്മയില്ല. ബോധമുണ്ട്, സംസാരിക്കുന്നുണ്ട്, നടക്കാൻ പറ്റുന്നില്ല, കിടപ്പിലൊരു രോഗിയാണ്. 67-70 വയസ്സോളം. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, അദ്ദേഹം മക്കളോടൊക്കെ സംസാരിച്ചു. പറഞ്ഞു 1 വർഷമായിട്ട് ആൾ കിടപ്പിലാണ്. പല പല അസുഖങ്ങളുണ്ട്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, ഇതൊക്കെ ആയിട്ട് കിടപ്പിലാണ്. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കാൻ നോക്കിയിട്ട് പറഞ്ഞു, തലച്ചോറിലൊരു വെള്ളക്കെട്ടിൻ്റെ ഒരു അംശം പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ചികിത്സിച്ചാൽ മാറുന്ന ഒരു തരത്തിലുള്ള അൾഷിമേഴ്സിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അവർക്കും വിശ്വസിക്കാനൊരു പ്രയാസമുണ്ട്. കാരണം 1 വർഷമായിട്ട് ഇങ്ങനെ പല സ്ഥലത്തും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതേപ്പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ സംസാരിച്ചു, നമുക്കൊരു ടെസ്റ്റ് പോലെ ഒന്ന് ചെയ്ത് നോക്കാം. നട്ടെല്ലിൽ നിന്ന് ഞാനൊരു ഫ്ലൂയിഡ് എടുത്ത് ഒരു 90 ml ഒരു 100 ml ഫ്ലൂയിഡ് എടുത്ത് കളഞ്ഞു നോക്കാം. തലയിലെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമാണെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ അവർ മനസ്സോടെ ആണെങ്കിലും സമ്മതിച്ചു, വേറെ റിസ്ക് ഫാക്ടറോ കോംപ്ലിക്കേഷനോ ഒന്നും ഇല്ലായിരുന്നു. ഞാനത് ഫ്ലൂയിഡ് എടുത്ത് കളഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് ആൾ ICU എന്നൊക്കെ മാറ്റി വാർഡിലേക്ക് വന്നപ്പോൾ ആൾക്ക് എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഓർമ്മ വന്നു, മകൻ്റെ പേര് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മകനുണ്ടായൊരു സന്തോഷമുണ്ട്, അത് പേര് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒരു ഷണ്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായേക്കാം, ഉറപ്പ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ശരിയായേക്കാം. അപ്പോൾ ഞാൻ അവരോട് നിർബന്ധിച്ചു. പക്ഷേ അവർ എഡ്യൂക്കേറ്റഡ് ഫാമിലിയാണ്. അവർ എല്ലാ റിസർച്ചസൊക്കെ നടത്തിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും കിടപ്പിലാണ്, വേറെ ഒന്നും ചെയ്യാനില്ലാതെ കിടപ്പിലാണ്. അപ്പോൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞൊരു സർജറി ചെയ്തു. സിമ്പിൾ സർജറിയാണ്, VP ഷണ്ട് എന്ന് പറഞ്ഞ സർജറിയാണ്. അത് ചെയ്തു. ആയിട്ട് ഒരാഴ്ചയിൽ വലിയ റിസൾട്ട് വന്നില്ല. 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആൾ ഇമ്പ്രൂവ് ആയി വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ട് ആൾ ഫുള്ളി ഓക്കെ ആയി, ഫുൾ നോർമലായി, ഓർമ്മയും സംസാരവും നടക്കാൻ പറ്റുന്നതായി. അദ്ദേഹം ഇപ്പോൾ വിദേശ രാജ്യത്ത് IELTSൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് വീട്ടുകാർക്കും അത്ഭുതമാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, നമ്മൾ അറിയാതെ പോയത്. 1 വർഷം ആളുടെ ഓർമ്മയിൽ തന്നെ ഇല്ല. അത് ട്രീറ്റബിൾ കോസ് ഓഫ് ഡിമെൻഷ്യ, അതായത് ഹൈഡ്രോകെഫാലസ് എന്ന് പറഞ്ഞൊരു നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയാണ്. അത് വളരെ കോമൺ ആണ്, പക്ഷേ അത് ആരും ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്ന ട്രീറ്റബിൾ കോസ് ഓഫ് ഡിമെൻഷ്യ. ഇത് കണ്ടപ്പോഴും എൻ്റെ അനുഭവം കണ്ടപ്പോഴും വളരെ സന്തോഷമുണ്ട്.